ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ അച്ചമ്മ ശ്രുതിനെ വല്ലാതെ ഒരുമാതിരി അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് അശ്വിൻ്റെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്നെ കണ്ട നിങ്ങൾക്ക് വീട്ടിലെ വേലക്കാരത്തിനെ പോലെ തോന്നുമോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നിങ്ങളുടെ അച്ചമ്മയുണ്ടല്ലോ ഇന്ന് വന്നത്, അവരെന്നോട് പറഞ്ഞു എന്നെ കണ്ട വേലക്കാരത്തിനെ പോലെ ഉണ്ടെന്ന്. എന്നെ ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അശ്വൻ പറയണ്ട, അച്ചമ്മ ഒരു പ്രത്യേക ടൈപ്പാണ്, നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് പറയാണ്. എങ്കിലും അങ്ങനെയൊന്നും പറയരുതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സാരില്ല ശ്രുതി, അച്ഛമ്മ അങ്ങനെയാണ്, നീ അതൊരു ചെവിക്കൊടുക്കായിട്ട് ആ ചെവിക്കൂടെ കളഞ്ഞാൽ മതി. അല്ല അശ്വിൻസ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് അച്ഛമ്മേനെ ഒട്ടും ഇഷ്ടമില്ലല്ലേ? അതെന്തുകൊണ്ടാണ്? കാരണം അച്ഛമ്മയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണോ അത് മുമ്പ് തൊട്ടേ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവാണ്. അതിനുശേഷം ശ്രുതി അശ്വിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും അശ്വിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശേഷം അശ്വിനോട് ചോദിക്കണ്ടേ, എന്താ സാർ ഞാൻ ചോദിച്ചത്, സാറിന് വിഷമോയോ? സോറി, ഞാൻ ആ രീതിയിൽ ചോദിച്ചതല്ല കേട്ടോ. അച്ഛമ്മയുടെ ഈ ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണല്ലോ, ആ ക്യാരക്ടർ ആയതുകൊണ്ടാണോ സാറിന് ഇഷ്ടമില്ലാത്തത് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളത് പറയുമ്പോൾ ശ്രുതി, അതൊന്നും ഇപ്പം എന്നോട് ചോദിക്കല്ലേ, എനിക്കതൊന്ന് ആലോചിക്കാൻ താല്പര്യമില്ല, ഓർമ്മിപ്പിക്കാനും താല്പര്യമില്ല, നീ അതൊന്ന് ഓർമ്മപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവാണ്. ശ്രുതിക്ക് മനസ്സിലായി ഇതിന് പുറകെ വലിയ എന്തോ ഒരു സ്റ്റോറി ഉണ്ടെന്ന്. ശേഷം ശ്രുതി രണ്ട് അമ്മമാർക്കും ചായ എടുക്കാട്ടോ, മുത്തശ്ശിക്കും അതുപോലെ തന്നെ അച്ചമ്മക്കും. മുത്തശ്ശി ചായ എടുക്കുന്നുണ്ട്. അച്ചമ്മയുടെ ചായ എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയണ്ടേ, നീ എന്തിനാ എനിക്ക് ചായ കൊണ്ടുവന്നത്? ഞാൻ മുത്തശ്ശിക്ക് ചായ എടുത്തപ്പോൾ അച്ചമ്മക്കും ചായ എടുത്തായിരുന്നു എന്ന് പറയണം. നിന്റെ പോലത്തെ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ചായ മേടിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ലടി എന്ന് അച്ചമ്മ അഹങ്കാരത്തോടെ പറയാണ്. ശ്രുതി അപ്പം തന്നെ കണ്ണ് നിറയാനുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ പറയണത്? നോക്ക്, ഇവിടെ ഒരു പാവം പെൺകൊച്ചാണ് എന്ന് പറയുമ്പോഴേക്കും പാവം സുഭദ്രാമക്ക് അല്ലെങ്കിൽ എല്ലാം പാവമാണല്ലോ, ഇവളെ അഹങ്കാരി, എനിക്ക് ഇവളുടെ കയ്യിൽ നിന്ന് ചായ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവളെപ്പോലത്തെ ദരിദ്രവാസ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ചായ കൊടുക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല എന്ന് പറയാണ്. അടിച്ചതളിക്കാരുടെ യോഗ്യത പോലും ഇല്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുകയാണ്. ആ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് അശ്വിൻ വരുന്നുണ്ട്. എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി കണ്ണ് തുടക്കാണ്. അശ്വിനെ മനസ്സിലായി അച്ഛമ്മ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്. അച്ഛമ്മേ, ശ്രുതിന് എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഓ, വന്നല്ലോ ചോദിക്കാനായിട്ട്, ഞാൻ നിന്റെ ഭാര്യനെ ഒന്നും പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം പൂങ്കണ്ണീർ ഒഴിക്കുമല്ലോ എന്ന് പറയാണ്. മുത്തശ്ശി പറയണ്ട്, അത് വേറെ ഒന്നുമില്ല കുഞ്ഞാ, അച്ചമ്മക്കും എനിക്കും അവൾ ചായ എടുത്തിട്ടോന്നു. അപ്പം അച്ചമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞു, അവളുടെ കയ്യിൽ ചായ മേടിച്ചിരിക്കാൻ താല്പര്യമില്ല അത്രേ. അത് മാത്രമല്ലായിരിക്കും അച്ഛമ്മ പറഞ്ഞത്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണുമായിരിക്കും എന്ന് പറയാണ്. ഒന്നുമില്ല സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. അശ്വൻ പറയുന്നുണ്ട്, നോക്കച്ചമ്മ, അവൾ എൻ്റെ ഭാര്യയാണ്. അച്ഛമ്മയുടെ മകനുണ്ടല്ലോ, അതായത് എൻ്റെ അച്ഛൻ, അങ്ങയുടെ സ്വഭാവത്തോടെ എന്നെ കാണാൻ നിൽക്കേണ്ട. എനിക്ക് ഈ ജന്മത്ത് ഒരു ഭാര്യയുള്ളൂ, എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഒരാളേ ഉള്ളൂ, അത് ആ പോയ ശ്രുതികുമാരി ലക്ഷ്മിയാണ്, അച്ഛമ്മ ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അടുത്ത് പോവാണ്. അവൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ മനസ്സിങ്ങനെ സുഭദ്രാമടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ശ്രുതി അടക്കളയെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. എടോ താൻ എന്ന് പറയുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല സർ, എനിക്ക് മനസ്സിലായി അച്ഛമ്മയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, സാരില്ല എന്ന് പറയാണ്. എനിക്കറിയാം അച്ഛമ്മ വല്ലാതെ നിന്നെ അപമാനിക്കുന്നുണ്ട്, നിന്നെ മാത്രമല്ല പ്രീതിനെ. അച്ഛമ്മ അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ, പോട്ടെ വന്നതല്ലേ, എങ്ങനെയാ പറഞ്ഞയക്കാം, ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കട്ടെ, നാളെ എന്തെങ്കിലും കാരണം പറഞ്ഞ് പറഞ്ഞയക്കാം. വേണ്ട സർ, എന്നെ വിചാരിച്ച സാർ അങ്ങനെ പറഞ്ഞയക്കൊന്നും വേണ്ട. അതല്ലടോ, അച്ഛൻ ഇവിടെ നിൽക്കുന്നത് തനിക്കും പ്രീതിക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും, മാത്രമേ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്ത് നല്ല കാര്യം ചെയ്താലും അതിനൊക്കെ ദോഷമായിട്ട് അച്ഛമ്മ കാണുള്ളൂ. താൻ ഇന്നൊരു ദിവസം ക്ഷമിക്കേ, നാളെ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. വേണ്ട സർ, എനിക്ക് വേണ്ടി സാർ അതൊന്നും ചെയ്യേണ്ട, പ്രായമുള്ള സ്ത്രീയല്ലേ, പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. അശ്വിനും ആകെ വിഷമം പോകുന്നുണ്ട് കേട്ടോ. രാത്രി ആകുമ്പോഴേക്കും അശ്വിൻ ഒറ്റയ്ക്ക് ബാൽക്കണിയിൽ നിൽക്കുകയാണ്. ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാർ എന്ന് പറയുമ്പോൾ അശ്വിൻ കണ്ണ് തുടക്കാണ്. ശേഷം അകത്ത് കയറുന്നുണ്ട്. എന്താ സാർ കരയുമായിരുന്നു, എന്തു പറ്റി സാർ എന്ന് ചോദിക്കുകയാണ്. അതൊന്നുമില്ല സാർ, സാറിന് എന്തുണ്ടെങ്കിലും എന്നോട് പറയാലോ. അതെ, നിന്നോട് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസം കിട്ടാറുണ്ട് ശ്രുതി, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് പറയാം. നീ നേരത്തെ എന്നോട് ചോദിച്ചാലോ അച്ഛമ്മ എടുത്ത് എനിക്കെന്താ ഇത്ര ദേഷ്യമെന്ന്. അതെ, എനിക്ക് ദേഷ്യമാണ് അവരെ, ദേഷ്യമല്ല സത്യം പറഞ്ഞാൽ വെറുപ്പാണ് അവരോട്. സാർ എന്തൊക്കെയാണ് പറഞ്ഞത്, അവരോട് വെറുപ്പാണെന്നോ? അതെ, എൻ്റെ 8ാമത്തെ വയസ്സിലാണ് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യണത്. അന്ന് ചേച്ചിക്കൊരു 16-17 വയസ്സുണ്ടായിരുന്നു. ചേച്ചിയുടെ വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിക്കുന്ന ദിവസമായിരുന്നു അന്ന്. ആ ദിവസമാണ് എൻ്റെ അമ്മ മുകളിൽ നിന്ന് ആത്മഹത്യ ചെയ്തത്. അച്ഛന് വേറെ പല പെണ്ണുങ്ങളായിട്ടും ബന്ധമുണ്ടായിരുന്നു, അത് അമ്മയ്ക്ക് ഏറെക്കുറെയൊക്കെ അറിയായിരുന്നു. പക്ഷേ അന്ന് ആ ചടങ്ങിന് അച്ഛൻ്റെ ബന്ധത്തിലുള്ള ആ പെണ്ണും വന്നായിരുന്നു അവിടെ. അമ്മക്കത് സഹിക്കാൻ പറ്റില്ല, അമ്മ അവർ വേറൊരു രീതിയിലും കണ്ടായിരുന്നു. അത് സഹിക്കാൻ പറ്റാതെയാണ് അമ്മ മുകളിലത്തെ നിലയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ശേഷം അമ്മേനെ അച്ഛന് ഇഷ്ടമൊക്കെ ആയിരുന്നു കേട്ടോ, പക്ഷെ വേറെ പെണ്ണുങ്ങളും ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അച്ഛൻ്റെ. കോടീശ്വരനാണെന്നുള്ള അഹങ്കാരം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ മരിച്ചപ്പോഴേക്കും അച്ഛനും താൻ കാരണമാണല്ലോ തൻ്റെ ഭാര്യ മരിച്ചത് എന്നൊരു കുറ്റബോധം എവിടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനും തൂങ്ങി മരിക്കുകയായിരുന്നു ചെയ്തത്.
അന്ന് അവിടെ വെച്ച് ഞാനും എൻ്റെ ചേച്ചിയും അനാഥരായി പോയതാണ്. ഞാനും എൻ്റെ ചേച്ചിയും അന്ന് അച്ഛൻ്റെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തി ഒറ്റയ്ക്ക് നിന്നപ്പോൾ അന്ന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൂടെ. ഞാനും എൻ്റെ ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കൂട്ടായി ചേച്ചിക്ക് കൂട്ടായിട്ട് ഞാനും മാത്രം. ഒരു 8 വയസ്സുള്ള എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചിനെ കൂട്ടിക്കൊണ്ട് എവിടെ പോകാൻ പറ്റും? സോറി, 8 വയസ്സിലോട്ടെ, 8ാം ക്ലാസ്സാണ്. നമ്മുടെ അഞ്ജലിക്ക് 19 വയസ്സും അങ്ങനെയാട്ടോ. 8ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ്? അന്ന് എൻ്റെ ചേച്ചിയുടെ കൈ പിടിച്ച് ഞാൻ നടന്ന് നീങ്ങിയതാണ് ഒറ്റപ്പെട്ടിട്ട്. ഞാനും എൻ്റെ ചേച്ചി കൊണ്ട് ഞാൻ ഈ ഒരുപാട് ചെറിയൊരു സംരംഭത്തിലാണ് ഈ അശ്വിൻ സാരാമിൻ്റെ കുടുംബം ഈ നിലയിലെത്തിച്ചത്. ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ കുടുംബം ഇന്ന് ഈ നിലയിലെത്തിച്ചത് എന്ന് പറയണം. അന്ന് ഈ അച്ഛമ്മയും ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കുടുംബക്കാരൊക്കെ കോടീശ്വരന്മാരായിരുന്നു. ഞങ്ങളാരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം എൻ്റെ അമ്മേനെ അവർക്കാർക്കും ഇഷ്ടമില്ലായിരുന്നു എന്ന് പറയാണ്. അന്ന് അമ്മയുടെ അമ്മയാണ് ഇവിടുത്തെ സുഭദ്രാമ്മ മുത്തശ്ശി. അമ്മമ്മയും അധികം ഗതിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഈ അച്ഛമ്മനെ കാണുമ്പോഴൊക്കെ എൻ്റെ അച്ഛനും അമ്മയും കത്തി അമർന്ന ആ ഒരു ദിവസമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എനിക്ക് അവരെ കാണുന്നത് ഇഷ്ടമല്ലാത്തത് എന്ന് പറഞ്ഞ അശ്വിൻ കരയാണ്. അത് കാണുമ്പോൾ ശ്രുതി പറയണ്ട, സാറിന് ഞാനില്ലേ സർ എന്ന് പറയുമ്പോൾ അശ്വിൻ വേഗം തന്നെ ശ്രുതിനെ ചേർത്ത് പിടിക്കുകയാണ്. ശേഷം അശ്വിനും കരയുന്നുണ്ട്, ശ്രുതിയും കരയുന്നുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയാട്ടോ. പിറ്റേ ദിവസം ശ്രുതിനെ കാണുമ്പോൾ അച്ഛൻ പറയണ്ടു, ഓ രാവിലെ തന്നെ ഇവളുടെ തിരുമുഖമാണല്ലോ കണി കണ്ടത്. ഓ താലിയും കെട്ടിത്തൂക്കി നടന്നിരിക്കുകയാണ്. വലിയ താലിയാണല്ലോ അശ്വിൻ സാറെന്ന് എനിക്ക് കെട്ടി തന്നിരിക്കണത്. നല്ല കനം കാണുമല്ലോ ഇതിന്. ഒരു 7-8 പവൻ ഉണ്ടാവുമായിരിക്കും. ഇത് കെട്ടിത്തൂക്കി തണക്കാൻ നിനക്കൊരു നാണം തോന്നണടി, ഒരു ഉളുപ്പില്ലടി. ഇത് താലി കെട്ടിയിടാനുള്ള ഒരു അർഹത നിനക്കില്ലടി. ആ താലെടുത്ത് വലിച്ചെറിയടി എന്ന് പറയണേ. നിനക്ക് അതിനുള്ള അർഹതയില്ല എന്നൊക്കെ പറയണം. ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷമമാട്ടോ. അതിനുശേഷം അച്ഛൻ പറയണ്ടത്, നിന്നെ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ താലി കെട്ടാനുള്ള യോഗ്യത നിനക്കില്ലെന്ന്. പിന്നെ അശ്വിൻ നിയമപ്രകാരമൊന്നും അല്ലല്ലോ നിന്നെ താലി കെട്ടിയത്. അമ്പലത്തിൽ പോയി താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. അത് വലിയ താലി കെട്ടാന്ന് കണക്കാക്കാൻ പറ്റുന്നില്ല. നമ്മൾ സിനിമയിലും സീരിയലിലും നാടകത്തിലൊക്കെ ഓരോരോ താലി കെട്ടുന്നില്ലേ, അതുപോലെ ഇതിനും വാല്യൂ ഉള്ളൂ. എന്തായാലും അവൾക്ക് 7-8 പവൻ്റെ മാല കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞ് പിന്നും കളിയാക്കാട്ടോ. അത് ശ്രുതിയുടെ താലിനെ ചൊല്ലി വരെ കളിയാക്കുന്നുണ്ട്. ശ്രുതിക്ക് അങ്ങനെ സഹികേടുവാട്ടോ. പക്ഷെ ശ്രുതി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. കാരണം ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ട്. അതേസമയം നമ്മുടെ ശ്യാം ആണെന്നുണ്ടെങ്കിലോ നമ്മുടെ ആകാശിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, അതെ ആകാശേ, ഞാൻ ആ കുടുംബത്തിൽ ഒന്ന് വന്നോട്ടെ. ആ കുടുംബത്തിൽ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, പ്രീതിയും ശ്രുതിയാണ്. അവരാണ് ആ കുടുംബത്തിന്റെ ശാപം എന്നൊക്കെ ആകാശിനോട് പറയുന്ന ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ പ്രൊമോയിൽ കാണിച്ചു. അതൊക്കെ ആകാശ് ഏറെക്കുറെയൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആകാശിന്റെ മുഖം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും അത്ര മാത്രമേ പ്രൊമോയിൽ കാണിച്ചുള്ളൂ. എന്നാലും ക്ലൈമാക്സ് ഈ മാസം ലാസ്റ്റോട് കൂടിയിട്ടാണ് ഇതിന്റെ ക്ലൈമാക്സ് വരുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. ആദ്യം പറഞ്ഞത് സെപ്റ്റംബർ 10-ാം തീയതി വരെ ഉണ്ടെന്നാണ്. പക്ഷെ ഇപ്പം പറഞ്ഞത് ഈ മാസം വരെ ഉള്ളൂ എന്നാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ക്ലൈമാക്സ് എന്താവും എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.